ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ബഹുജന സദസ്സ് പാലാ ചാവറ സ്കൂളിൽ നടന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചാവറ സ്കൂളിലെ LP സെക്ഷനിലെ വിദ്യാർത്ഥികൾക്ക് രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തീരുമാനിക്കുന്നു. ദൗത്യമായ ഓപ്പറേഷൻ തുഫാൻ കൈകോർക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാണി കാപ്പൻ MLA അധ്യക്ഷത ചേർന്ന യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം സമൂഹത്തിനും കുടുംബങ്ങൾക്കും വലിയ ഭീഷണിയായി മാറുകയാണെന്നും അതിനെ ചെറുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പൊതുസമൂഹം ശക്തമായി മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി പറഞ്ഞു. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും സംരക്ഷിക്കാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ വലിയ ചലനമുണ്ടാക്കിയിരിക്കുന്നു എന്ന് വിജയ് എന്നോട് പറയുകയുണ്ടായി. എന്ത് വില കൊടുത്ത് നമുക്ക് സംയുക്തമായി നേരിടണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത സിനിമാതാരം മോഹൻലാലാണ്. ആദ്യത്തെ തുഫാൻ വാരിയർ മോഹൻലാലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും മോഹൻലാലും കൂടി ജില എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് എറണാകുളത്ത് വലിയൊരു സമ്മേളനം നമുക്ക് വന്നു. മോഹൻലാൽ അമേരിക്കയിലാണ്, അദ്ദേഹം യോഗം കാണാൻ പോയതാണ്. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വിജയ് സമയം തരും, എറണാകുളത്ത് വെച്ച് വലിയൊരു സമ്മേളനം നമുക്ക് നടത്തി ഇതിനെതിരായി മുഴുവൻ ചെറുപ്പക്കാരെയും നമുക്ക് അണിനിരത്തുക എന്നുള്ള ഒരു പരിപാടി കേരള ഗവൺമെന്റ് സ്വീകരിക്കുക. ജലസേചന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോഹൻ സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ പാലായിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ആഞ്ഞടിക്കുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലായിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാലാ ചാവറ പബ്ലിക് സ്കൂളാണ് എന്ന അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ പറയാൻ കഴിയുക. നിങ്ങളാണ് ഈ വിഷയം പാലായിൽ മുൻപതിൽ നിന്ന് ഏറ്റെടുക്കുന്നത് എന്നത് മറ്റു കുട്ടികൾക്ക് മുഴുവൻ മാതൃകയാണ്. ഈ പ്രോഗ്രാം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് വലിയ പ്രതികരണമാണ് സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും അത്യാവശ്യമായി ഇടപെടേണ്ട ഒരു കാര്യത്തിലാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇടപെട്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ പദ്ധതിയായി മാത്രം കാണാതെ ജനകീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ മന്ത്രി ചൊല്ലിക്കൊടുത്തു. നാട്ടം സുരേഷ് MLA, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, അഡ്വക്കേറ്റ് ബിജു മുന്നദാനം, പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട് എന്നിവർ ആശംസ അർപ്പിച്ചു. പരിപാടിയിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്നതിനും യുവജനങ്ങളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിജ്ഞയോടെയാണ് ബഹുജന സദസ്സ് സമാപിച്ചത്. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലും ലഹരി വിരുദ്ധ ജനകീയ സദസ്സ് നടന്നു.